നമസ്കാരം, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ RPF-ൻ്റെ റീസണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലോജിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് സിലോജിസം എന്ന് വെച്ചാൽ, സിലോജിസം എന്ന് പറയുമ്പം നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും കുറച്ച് കൺക്ലൂഷനിലേക്ക് പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. സിലോജിസം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻ എന്നുള്ള രീതിയിലാണ്. അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻസ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു രീതി, നമുക്ക് എക്സാംസിന് ചോദിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ തരും. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്, അപ്പോൾ അതിൽ ഏതൊക്കെ ഫോളോ ചെയ്യും, ഏതൊക്കെ ഫോളോ ചെയ്യത്തില്ലെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, സിലോജിസം ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണ്, അങ്ങനെ വന്നാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈ സിലോജിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന്, അതായത് സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെയൊക്കെ വരാമെന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചാൽ എളുപ്പമായിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് വരാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓൾ AR B. ഈ എയുടെയും ബിയുടെ സ്ഥാനത്ത് എന്ത് വേണമെങ്കിലും ആവാം, മനസ്സിലായി. എയുടെയും ബിയുടെ സ്ഥാനത്ത് വേറെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന കാര്യങ്ങളൊന്നും ലോജിക്കലി കണക്റ്റ് ആവണമെന്നില്ല. നമ്മൾ എന്ത് തന്നാലും അത് കറക്റ്റ് ആണെന്നുള്ള രീതി എടുത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ എയുടെയും ബിയുടെ സ്ഥാനത്ത് ചിലപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും ആകാം. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ഞാൻ വെൻ ഡയഗ്രാം വെച്ച് ചെയ്യുന്ന ഒരു രീതിയിലാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, വെൻ ഡയഗ്രാം വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ വെൻ ഡയഗ്രാം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു സാധനത്തെ നമ്മളൊരു സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഓൾ AR B എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് എങ്കിൽ അതെങ്ങനെ വെൻ ഡയഗ്രാം വെച്ച് കാണിക്കുമെന്ന് ചോദിച്ചാൽ, എല്ലാ എയും ബി ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ബി എന്ന് പറയുന്ന ഒരു വലിയ സർക്കിളിനകത്തായിരിക്കും എന്ത് വരുന്നത്, ഏത്. എന്നാലും ഓൾ എ ആണ്. ഈ എ എന്ന് പറയുന്നത് എല്ലാം എന്താണ്, ബി ആണ്. അതായത് ബി എന്ന് പറയുന്ന ഒരു സർക്കിളിനകത്താണ് എന്ത് നിൽക്കുന്നത്, എ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു വെൻ ഡയഗ്രാം വരയ്ക്കുന്നത്. ഇനി ഇങ്ങനെ വന്നാൽ എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്, എന്തൊക്കെ കൺക്ലൂഷൻസ് അവിടെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് സം AR B എന്ന് പറയാം, അതോടൊപ്പം സം BR A എന്നും പറയാം. ഓക്കെ, നോക്കിയേ, സം AR B എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുണ്ടോ? സം AR B എന്നാണ് കുറച്ച്, ഇവിടെ എല്ലാ എയും ബി ആണ്, പക്ഷേ കുറച്ച് ബി ആണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുണ്ടോ? ഇല്ല. അതെന്താണ്, അതിവിടെ പറയാൻ പറ്റുന്ന കൺക്ലൂഷനാണ്. അതേപോലെ തിരിച്ചും പറയാമല്ലോ, കുറച്ച് ബി എ ആണെന്നും പറയാമല്ലോ, ബിയുടെ കുറച്ച് പോർഷൻ എ അല്ലേ. അപ്പോൾ അത് രണ്ടും പറയാം. അപ്പോൾ ഇത് രണ്ടുമാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻസ് എന്ന് പറയുന്നത് സം AR B അതോടൊപ്പം സം BR A, ഇത് രണ്ടുമാണ്. ഈ ഒരു, അതായത് ഓൾ AR B, എയുടെ ബിയുടെ സ്ഥാനത്ത് എന്ത് വേണമെങ്കിലും ആകും. ഇപ്പോൾ ഞാൻ വേറെ എക്സാമ്പിൾ വെച്ച് പറയാം, ഓൾ പെൻസിൽസ് ആർ ബുക്സ്. ഓക്കെ, ഓൾ പെൻസിൽസ് ആർ ബുക്സ് എന്നാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കൺക്ലൂഷൻസ് പറയാമെന്ന് ചോദിച്ചാൽ, സം പെൻസിൽസ് ആർ ബുക്സ് എന്നും പറയാം, സം ബുക്സ് ആർ പെൻസിൽസ് എന്നും പറയാം. അപ്പോൾ ഇവിടെ എന്ത് വെച്ച് വേണമെങ്കിലും പറയാം, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ വെച്ച് വേണമെങ്കിലും പറയാം. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ അങ്ങ് എടുത്താൽ മതി. അവിടെ നമ്മൾ അതിൻ്റെ ഒറിജിനലി ഉള്ള കാര്യങ്ങൾ വെച്ചൊന്നും ആലോചിച്ച് നോക്കേണ്ട കാര്യമില്ല. ഈ ഒരു രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സം AR B. അപ്പോൾ എങ്ങനെ വരയ്ക്കും? കുറച്ച് ബി ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എയ്ക്കും ബിക്കും ഇവിടെ കോമൺ ആയിട്ട് ഏതോ ഒരു പോർഷൻ ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ എ ഇങ്ങനെ വരച്ചാൽ, എയുടെ ഡയഗ്രാം ഇങ്ങനെ വരച്ചാൽ ബി എങ്ങനെ വരയ്ക്കും? കുറച്ച് ബി ആണ്. അതായത് എയുടെ ചെറിയൊരു പോർഷൻ എന്താണ്, ബി ആണെന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും എന്തുണ്ട്, കോമൺ ആയിട്ടൊരു റീജിയൻ ഉണ്ട്. ഇതാണ് ആ കോമൺ ആയിട്ടുള്ള റീജിയൻ, സം AR B. ഇതാണ് നമ്മൾ ഇതിൻ്റെ വെൻ ഡയഗ്രാം വരയ്ക്കുന്നത്. ഇനി ഇവിടെ എന്തൊക്കെ കൺക്ലൂഷൻസ് പറയാമെന്ന് ചോദിച്ചാൽ, ഇവിടെ എന്തൊക്കെ കൺക്ലൂഷൻസ് പറയാം? ഇവിടെ ഓൾ AR B എന്നോ അല്ലെങ്കിൽ ഓൾ BR A എന്നോ എല്ലാം പറയാൻ പറ്റുമില്ല, കുറച്ച് എ ബി ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്ന ഒരേ ഒരു കൺക്ലൂഷനേ ഉള്ളൂ, സം BR A. കുറച്ച് ബി ആണെങ്കിൽ കുറച്ച് ബി എന്താണ്, എ ആണ്. അതായത് സം BR A, കുറച്ച് എ ബി ആണ്. ഇപ്പോൾ തിരിച്ചും പറയാം സം BR A. ഇതാണ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരേ ഒരു കൺക്ലൂഷൻ, ഇതേ ഉള്ളൂ. വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഓൾ AR B എന്നും പറയാൻ പറ്റില്ല, ഓൾ BR A എന്നും പറയാൻ പറ്റില്ല. സം AR B ഓൾറെഡി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തന്നാൽ അത് കൺക്ലൂഷനായിട്ട് വരത്തില്ല. കൺക്ലൂഷനായിട്ട് അപ്പോൾ എന്തേ വരും, സം BR A എന്നുള്ള രീതിയിലേ വരും. ഓക്കെ, ഇതിനടുത്ത് നെഗറ്റീവ് രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ, നോ AR B എന്നാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ എങ്ങനെ വരയ്ക്കും? അപ്പോൾ ആദ്യം എ വരയ്ക്കുവാണെങ്കിൽ, ആദ്യം എ വരച്ചാൽ എന്നിട്ട് എന്ത് ചെയ്യുക, എ വരയ്ക്കുവാണെങ്കിൽ എ ഒന്നുമേ ബി അല്ല, അതായത് എ മൊത്തത്തിൽ ബി അല്ല എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ എ മൊത്തത്തിൽ എന്തല്ല, ബി അല്ല. ക്ലിയർ ആയോ? ഈ എ എന്ന് പറയുന്ന ഒന്നുമേ എന്തല്ല, ബി അല്ലെന്നാണ് ഇവിടെ മീനിങ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കൺക്ലൂഷൻസ് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇവിടെ എന്തൊക്കെ കൺക്ലൂഷൻസ് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് രീതിയിലാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതെങ്കിൽ കൺക്ലൂഷൻസും എല്ലാം എന്തായിരിക്കും, നെഗറ്റീവ് രീതിയിലായിരിക്കും. ഇവിടെ എ ഒന്നുമേ ബി അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിച്ച് പറയാം, ബി ഒന്നുമേ എ അല്ലെന്നും പറയാം, നോ BR A എന്നും പറയാം. മനസ്സിലായോ?
നോ ബി ആർ എ എന്നും പറയാം. അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതോടൊപ്പം രണ്ട് കൺക്ലൂഷൻസ് കൂടെ പറയാം. അതൊക്കെയാണെന്നറിയാം. ഇവിടെ സം എ ആർ ബിയോ സം ബി ആർ എയോ ഓൾ എ ആർ ബിയോ ഓൾ ബി ആർ എയോ അതും എല്ലാം പറയാൻ പറ്റും. അതൊന്നുമേ അവിടെ പറയാൻ പറ്റില്ല. ഇവിടെ ഇനി പറയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. സം എ ആർ നോട്ട് ബി. ഓക്കെ, കുറച്ച് എന്തല്ല ബി അല്ല. അതോടൊപ്പം സം ബി ആർ നോട്ട് എ. ഇത് രണ്ടുമാണ്. ഇങ്ങനെ ഇത് മൂന്ന് കൺക്ലൂഷൻസ് ആണ് നമുക്ക് നോ എ ആർ ബി എന്നുള്ളത് വെച്ച് പറയാൻ പറ്റുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞാൽ എ മൊത്തത്തിലെ ബി അല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് എ എടുത്താലും ചെറിയൊരു പോർഷൻ എടുത്താലും അത് എന്തായിരിക്കത്തില്ല? ബി ആയിരിക്കത്തില്ല. ഇനി കുറച്ച് ബിയുടെ ചെറിയൊരു പോർഷൻ എടുത്താലും എന്തായിരിക്കത്തില്ല? അത് എ ആയിരിക്കത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും തെറ്റുണ്ടോ? ഇല്ല, അതും കറക്റ്റാണ്. അങ്ങനെ മൂന്ന് കൺക്ലൂഷൻസ് ആണ് നമുക്ക് നോ എ ആർ ബി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം ക്ലിയർ ആയപ്പോൾ ഇങ്ങനെയാണ് നോ എ ആർ ബി എന്നുള്ളതിൻ്റെ മൂന്ന് കൺക്ലൂഷൻസ് വരുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ചോദിച്ചാൽ നമുക്ക് അറിയണം. ഇതങ്ങനെ പൊതുവെ ചോദിക്കാറില്ല. സം എ ആർ നോട്ട് ബി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സം എ ആർ ബി എന്നാണ് നോട്ട് ബി എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതെങ്കിൽ അതെങ്ങനെ വരയ്ക്കും? വെൻ ഡയഗ്രം വരച്ചാൽ കുറച്ച് എങ്ങനെ കാണിക്കുക? എയുടെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇതെന്തല്ല, ഇത് ബി അല്ല. ഇത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ ഇത് അങ്ങനെ ചോദിക്കാറില്ല. ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ എന്ത് കൺക്ലൂഷൻസ് പറഞ്ഞാൽ ഇവിടെ ഒരു കൺക്ലൂഷനും ഇല്ല. മനസ്സിലായോ? ഇവിടെ ഒന്നുമേ ഇല്ല. ഓക്കെ, നോ കൺക്ലൂഷൻസ് എന്ന് പറയാം. നോ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നോ എ ആർ ബി എന്ന് പറയാൻ പറ്റുമെന്നല്ല. അതുകൊണ്ടാണ് ഞാൻ നോ കൺക്ലൂഷൻ എഴുതാഞ്ഞേ. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, നില്ലാണ്, ഒന്നുമില്ല. കൺക്ലൂഷൻസ് ഒന്നുമേ നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ നോ എ ആർ ബി എന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? നോ എ ആർ ബി, കാരണം കുറച്ചേ ബി എൽ എന്നല്ല പറഞ്ഞോ. എ മൊത്തത്തിൽ ബി എൽ എന്ന് പറഞ്ഞോ? ഇല്ല. നോ ബി ആർ എ എന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെ നമുക്കിവിടെ നോ എന്നും പറയാൻ പറ്റില്ല, സം എ ആർ ബി എന്നും പറയാൻ പറ്റില്ല, സം ബി ആർ എ എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു കൺക്ലൂഷനും വരില്ല എന്നുള്ളതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, ഇപ്പോൾ ഇതങ്ങനെ പൊതുവെ ചോദിക്കാറില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ടൈപ്പ് രീതിയിലാണ് നമുക്ക് ആർ പി എഫിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, വായിച്ച് നോക്കുക, അതിൻ്റെ വെൻ ഡയഗ്രം വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? കൺക്ലൂഷൻ നോക്കിയിട്ട് ഫോളോ ചെയ്യുമോ ഇല്ലയോ എന്ന് പറയാം. ഇപ്പോൾ നോക്കിയേ, ഓൾ ഡ്രസ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു എയുടെ ബിയുടെ സ്ഥാനത്ത് വേറെ സാധനങ്ങൾ വരും. നമ്മളത് ഇപ്പോൾ ഇവിടെ ഡ്രസ്സെന്ന് ഫുൾ എഴുതിയില്ലെങ്കിലും അതിന് ഫസ്റ്റ് ലെറ്റർ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഡ്രസ്സെന്ന് ഫുൾ എഴുതി ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഓൾ ഡ്രസ്സ് ആർ ക്ലോസ് അല്ല, ഞാൻ ഡ്രസ്സിന് പകരം ഡി എന്നുള്ള ലെറ്റർ എടുക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഡി എടുക്കുകയാണ്. ക്ലോത്ത്സിന് പകരം സി എടുക്കുകയാണ്. ഇപ്പോൾ നോക്കി എങ്ങനെ അത് റെപ്രസെൻറ്റ് ചെയ്യും? ഓൾ ഡ്രസ് ആർ, അതായത് ഡ്രസ്സ് എന്ന് പറയുന്ന എല്ലാം എന്താണ്? ക്ലോത്ത്സ് ആണ്. ഇങ്ങനെ വരുമല്ലോ. ഓൾ ഡ്രസ് ആർ ക്ലോത്ത്സ്. ഇന്ന് നോക്കി, ഓൾ ക്ലോത്ത്സ് ആർ യാൺസ്. എല്ലാ ക്ലോത്ത്സും എന്താണ്? യാൺസ് ആണ്. അപ്പോൾ നോക്കി, ക്ലോത്ത് എന്ന് പറഞ്ഞാൽ എന്തിനകത്ത് വരും? യാൺ എന്ന് പറയുന്ന വലിയൊരു സർക്കിളിനകത്ത് വരത്തില്ലേ? ഓക്കെ, ഞാൻ വൈ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാണ് യാൺസ്. അപ്പോൾ ഇങ്ങനെയാണല്ലോ ഇതിൻ്റെ വെൻ ഡയഗ്രം വരുന്നത്. അപ്പോൾ വരച്ചത് മനസ്സിലായോ? ഓൾ ഡ്രസ് ആർ ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ ഡ്രസ്സ് ക്ലോത്ത്സിനകത്ത് നിൽക്കണം. ഓൾ ക്ലോത്ത്സ് ആർ യാൺസ് എന്ന് പറയുമ്പോൾ ക്ലോത്ത്സ് എന്തിനകത്ത് നിൽക്കണം? യാൺസ് എന്ന് പറയുന്ന വലിയ സർക്കിളിനകത്ത് നിൽക്കണം. ഇതാണ് നമ്മുടെ വെൻ ഡയഗ്രം. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? കൺക്ലൂഷൻസ് നോക്കുക. ഓൾ ഡ്രസ്സസ് ആർ യാൺസ്. അത് പറയാൻ പറ്റുമോ? എല്ലാ ഡ്രസ്സ് യാണാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഡ്രസ്സിൻ്റെ യാണിൻ്റെ മാത്രം ഡയഗ്രം നോക്കി. അണ്ട ഡ്രസ്സ് ഇങ്ങനെ കിടക്കുകയാണ്, യാൺ എന്നാണ് വലിയതായിട്ട് വെളിയിൽ കിടക്കുകയാണ്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും തെറ്റുണ്ടോ? എല്ലാ ഡ്രസ്സ് യാണാണ്, ശരിയല്ല? യാണെന്ന് പറഞ്ഞാൽ അകത്തല്ല ഡ്രസ്സ് കിടക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. മനസ്സിലായോ? അത് കറക്റ്റാണ്. കാരണം നമ്മൾ വരച്ചു വരുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇത് നോക്കിയേ, സം യാൺസ് ആർ ക്ലോത്ത്സ്. ഇപ്പോൾ നിങ്ങൾ യാൺസിൻ്റെയും ക്ലോത്ത്സിൻ്റെയും മാത്രം ഡയഗ്രം ഒന്ന് നോക്കി. ആണ്ട് ക്ലോത്ത്സിൻ്റെ ഡയഗ്രം ഇങ്ങനെ കിടക്കുകയാണ്, യാൺസ് വെളിയിൽ. ഇപ്പോൾ നോക്കി, ഇവിടെ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ ഓൾ എ ആർ ബി എന്നുള്ള രീതിയിലല്ലേ? ഓൾ എ ആർ ബി എന്നാണെങ്കിൽ അവിടെ സം എ ആർ ബി എന്നും സം ബി ആർ എ എന്നും പറയുന്നത് തെറ്റുണ്ടോ? ഞാനവിടെ പറഞ്ഞു. അങ്ങനെ വന്നാൽ നമുക്ക് കൺക്ലൂഷൻസ് അങ്ങനെ പറയാം. ഇപ്പോൾ എന്താണ്? സം യാൺസ് ആർ ക്ലോത്ത്സ് എന്നും പറയാം, സം ക്ലോത്ത്സ് ആർ യാൺസ് എന്നും പറയാം. എന്താണ്? അത് ശരിയാണ്. ഓക്കെ, ഇപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? രണ്ടും ശരിയല്ലേ? ബോത്ത് കൺക്ലൂഷൻ ഫോളോ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഇവിടെ കിട്ടിയോ? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പടം വരയ്ക്കുമ്പോൾ തന്നെ, അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഈ ഒരു പടം വരയ്ക്കുമല്ലോ, ഈ ഒരു പടം വരയ്ക്കുമ്പോൾ തന്നെ ഇവിടെ നിന്നൊക്കെ കൺക്ലൂഷൻ പറയാൻ പറ്റും നമുക്കൊരു ഐഡിയ വേണം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഡ്രസ്സും ക്ലോത്ത്സും എടുത്താൽ അവിടെ എന്തൊക്കെ കൺക്ലൂഷൻ പറയാം? ഓൾ ഡ്രസ് ആർ ക്ലോത്ത്സ് ഓൾറെഡി ഉണ്ട്. ഓൾ ക്ലോത്ത്സ് ആർ ഡ്രസ്സ് എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല, തിരിച്ച് പറയാൻ പറ്റില്ല. കാരണം എല്ലാ ക്ലോത്ത്സും ഡ്രസ്സല്ല. മനസ്സിലായിട്ട് ഓൾ ഡ്രസ് ആർ ക്ലോത്ത്സ് എന്ന് പറയാം, പക്ഷേ തിരിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓൾ ഡ്രസ് ആർ ക്ലോത്ത്സ്, പിന്നെ എന്തൊക്കെ പറയാം? സം ഡ്രസ് ആർ ക്ലോത്ത്സ്, സം ക്ലോത്ത്സ് ആർ ഡ്രസ്. ഇത് മൂന്നുമാണ് അവിടെ നിന്ന് പറയാൻ പറ്റുന്നത്. ഇനി ക്ലോത്ത്സ് യാൺസും എടുത്താൽ അതേപോലെ തന്നെ വരും. ഓക്കെ, ഓൾ ക്ലോത്ത്സ് ആർ യാൺസ്, സം ക്ലോത്ത്സ് ആർ യാൺസ്, അതായത് സമ്മും ഓളും അവിടെയും വരും. ഇനി ഡ്രസ്സും യാണും എടുത്താലും എന്ത് വരും? അവിടെയും ഓളും സമ്മും വരും. മനസ്സിലായോ? ഓളെന്നുള്ള തിരിച്ച് പറയാൻ പറ്റില്ല. അതായത് ഓൾ ഡ്രസ് ആർ യാൺ ഓക്കെയാണ്, തിരിച്ച് പറ്റില്ല. ബാക്കി രണ്ട് സമ്മ് കേസ് എന്താണ് ഇവിടെ പോസിബിൾ ആണ്. ഇവിടെ ബോത്ത് ഫോളോ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ യൂറ്റൻസിൽസ് ആർ പോട്ട്സ്.
ഓക്കെ, അപ്പോൾ അത് യു വെച്ച് കൊടുത്തു. ഓൾ യൂറ്റൻസിൽസ് ആർ പോട്ട്സ്. ഓൾ പോട്ട്സ് ആർ വെറ്റ് സോയിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞു മീനിങ് ഒന്നും നോക്കരുത്, എന്താണോ പറഞ്ഞത് അതുപോലെ കൊടുക്കുക. ഓൾ പോട്ട്സ് ആർ വെറ്റ്, അതിന് ഡബ്ല്യു വെച്ച് കൊടുത്തു. നേരത്തെ വരച്ച പോലെ തന്നെയാണ് വരുന്നത്. നോക്കിയാൽ ഓൾ യൂറ്റൻസിൽസ് ആർ വെറ്റ് സോയിൽ. ഇപ്പോൾ യൂറ്റൻസിലും വെറ്റ് സോയിൽ നോക്കിയാൽ വെറ്റ് സോയിലിനകത്തല്ലേ യൂറ്റൻസിൽ കിടക്കുന്നതാണ്, യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിനകത്തല്ലേ. അപ്പോൾ ഒന്നാമത്തത് ഓക്കെ ആണ്. രണ്ടാമത്തെ നോക്കി സം വെറ്റ് സോയിൽ ആർ പോട്ട്. പോട്ടും വെറ്റ് സോയിലും അവിടെ ഒരു ഓൾ ഉണ്ട്, ഇതിനകത്ത് കിടക്കില്ല. അപ്പോൾ അവിടെ സമ്മ് എന്താണ് കറക്റ്റായിട്ട് വരും, അതും ശരിയാണ്. ഇവിടെ എന്തൊരു ആൻസർ എന്താ വരുന്നത്, ബോത്ത് ഫോളോ എന്നുള്ള രീതിയിലാണ് ആൻസർ വരും. ഓക്കെ, ബോത്ത് കൺക്ലൂഷൻസ് ഫോളോ എന്നാണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ വളരെ എളുപ്പമാണ്. ഓൾ ഡയഗ്രാംസ് ആർ ഷേപ്സ്. ഇപ്പോൾ നോക്കി എല്ലാ ഡയഗ്രാമാണ് ഞാൻ ആദ്യം വെച്ചത്. അങ്ങനെ ഡയഗ്രാം എന്ന് പറയുന്നത് എന്തിനകത്ത് നിൽക്കണം, ഷേപ്സിനകത്ത്. എസ് എന്ന് കൊടുക്കുകയാണ്. ഓൾ ഷേപ്സ് ആർ 3 ഡയമെൻഷണൽ. ഓക്കെ, ശ്രദ്ധിക്കുക, ഓൾ ഷേപ്സ് ആർ 3 ഡയമെൻഷണൽ. നേരത്തെ ഇതുപോലെ തന്നെ ഇത് എന്തിനകത്ത് വരും, 3 ഡയമെൻഷണൽ എന്ന് പറയുന്ന വലിയ സർക്കിളിനകത്ത് വരും. ഇനി ഓരോരോ കൺക്ലൂഷനായിട്ട് നോക്കി. ഓൾ 3 ഡയമെൻഷണൽ ആർ ഡയഗ്രാം. ശ്രദ്ധിച്ച് വായിക്കുക. ഓൾ ഡയഗ്രാം ആർ 3 ഡയമെൻഷണൽ ആയിരുന്നെങ്കിൽ ശരിയായിരുന്നു. പക്ഷെ തിരിച്ച് പറയാൻ പറ്റുമോ, എല്ലാ 3 ഡയമെൻഷണൽ ഡയഗ്രാം എന്ന് പറയാം. ഇത് 3 ഡയമെൻഷണൽ ഡയഗ്രത്തിനകത്ത് നമുക്ക് കയറ്റി വരയ്ക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്, ശ്രദ്ധിച്ചെടുക്കുക, മാറിപ്പോകരുത്. ഓൾ ഡയഗ്രാം ആർ 3 ഡയമെൻഷണൽ ആയിരുന്നെങ്കിൽ ശരിയായിരുന്നു, പക്ഷെ തിരിച്ചാണേ പറ്റില്ല. നോക്കിയാൽ ഓൾ ഷേപ്സ് ആർ ഡയഗ്രാം. ഓൾ ഡയഗ്രാം ആർ ഷേപ്സ് ആയിരുന്നെങ്കിൽ ഓക്കെ, പക്ഷേ ഓൾ ഷേപ്സ് ആർ ഡയഗ്രാം എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അതും പറയാൻ പറ്റില്ല, ശ്രദ്ധിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ അത് രണ്ടും എന്തല്ല, ഫോളോ ചെയ്യത്തില്ല. അപ്പോൾ നോ കൺക്ലൂഷൻ ഫോളോ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട്. നോ അല്ലെങ്കിൽ നെയ്തർ. ഓക്കെ, ഇവിടെ നോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നോ കൺക്ലൂഷൻ ഫോളോ എന്നാണ് ഫൈനൽ ആൻസർ. അപ്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ അത് ചെയ്തത് മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സിലോജിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സം. ഓക്കെ, ഇനി നമ്മൾ സം റിലേഷൻ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വരയ്ക്കുക. സം ഡെക്ക് ആർ ബേഡ്. ഇപ്പോൾ എങ്ങനെ വരയ്ക്കണം, ഡെക്കിനെയാണ് ആദ്യം വരയ്ക്കുന്നതെങ്കിൽ ഡെക്കും ബേഡും സം. ഇപ്പോൾ കോമൺ ആയിട്ടൊരു ഏരിയ വരണം. അപ്പോൾ സം ഡെക്ക് ആർ ബേഡ്. ഇപ്പോൾ ഇങ്ങനെയാണല്ലോ വരയ്ക്കേണ്ടത്, സം ഡെക്ക് ആർ ബേഡ്. ഇത് നോക്കിയാൽ സം ബേഡ് ആർ കൗ. ഇപ്പോൾ ബേഡും കവും തമ്മിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബേഡും കവും തമ്മിൽ വരയ്ക്കുമ്പം ഈ കൗവിനെ ഡെക്കുമായിട്ട് കണക്ട് ചെയ്യരുത്. മനസ്സിലായോ? അവർ കവും ഡെക്കും തമ്മിൽ യാതൊരു കണക്ഷനും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ വരയ്ക്കുമ്പം ഈ കവ് വരയ്ക്കുമ്പോൾ ഡെക്കുമായിട്ട് ടച്ച് ചെയ്ത് ഇങ്ങനൊന്നും കൊണ്ട് വരച്ച് വെക്കരുത്. മനസ്സിലായി? ഇങ്ങനെ വരച്ച് വെക്കരുത്, അത് തെറ്റാണ്. അപ്പം എങ്ങനെ വരയ്ക്കണമെന്ന് ചോദിച്ചാൽ ആ ഡെക്കുമായിട്ട് ടച്ച് ചെയ്യാത്ത രീതിയിൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വരയ്ക്കാം. ഡെക്കുമായിട്ട് ടച്ച് ചെയ്യരുത്. ഇപ്പം ഇവിടെ വരയ്ക്കാം, ഇവിടെ വരച്ചാലും കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ആയാലും എന്ത് ചെയ്യരുത്, ഡെക്കുമായിട്ട് ടച്ച് ചെയ്യരുത്. അപ്പോൾ ആ രീതിയിൽ വരയ്ക്കുക. അപ്പോൾ എങ്ങനെ വരും, ഇവിടാണ് കൗവിനെ കാണിക്കേണ്ടത്. ഓക്കെ, ഇവിടെ കൗവിനെ കാണിക്കുക. ഡെക്ക് ബേഡ് കവ്. ഓക്കെ, അപ്പോൾ സം ബേഡ് ആർ കവ് ശരിയല്ലാണ്. ബേഡിൻ്റെ കുറച്ച് ഭാഗം കവ്, അത് ഡെക്കുമായിട്ട് വരണമെന്നില്ല. മനസ്സിലായോ? അവിടെ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യരുത്, ഇങ്ങനെ തന്നെ വരയ്ക്കാം. ഇനി നോക്കി, സം ഡെക്ക് ആർ കവ്. അത് തന്നെയാണ് അവർ ആദ്യം പറയുന്നത്. ഡെക്കും കവും തമ്മിൽ റിലേഷൻ വരുമോ, ഇല്ല. അവർ പറയാതെ നമ്മൾ റിലേഷൻ എടുക്കരുത്. അപ്പോൾ എന്തല്ല, അത് കറക്റ്റ് അല്ല. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ ചിന്തിക്കരുത് ഈ ഒരു കോമൺ പോർഷനിൽ തന്നെ കവും വന്നുകൂടാന്ന് ചിന്തിക്കരുത്. അവരത് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയാത്തിടത്തോളം കാലം നമ്മൾ അങ്ങനെ എടുക്കരുത്. അപ്പോൾ സം ഡെക്ക് ആർ കവ് എന്താണ്, തെറ്റാണ്. സം കവ് ആർ ഡെക്ക്, ഇത് സം ഡെക്ക് ആർ കവ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ തിരിച്ചും പറയാൻ പറ്റില്ലല്ലോ. കം കവ് ആർ ഡെക്ക് എന്നും ഉള്ളതും ശരിയല്ല. ഇപ്പോൾ എന്താണ്, നെയ്തർ വൺ നോർ ടു ഈസ്. ഇവിടെ അപ്രോപ്രിയേറ്റ് എന്ന് വന്നതേ ഉള്ളൂ, ഫോളോ എന്നുള്ള തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്രോപ്രിയേറ്റ് എന്ന് വന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെയാണ്. എന്താണ്, നെയ്തർ നോർ എന്നുള്ള രണ്ടും പറ്റത്തില്ലെന്നാണ് വരുന്നത്. ഓക്കെ, കാര്യം ക്ലിയർ ആയി, രണ്ടും പറ്റത്തില്ലെന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സം ലെപ്പാർഡ്സ് ആർ ക്രൂവൽ. ഇപ്പോൾ അതെങ്ങനെ മാർക്ക് ചെയ്യാം, സം ലെപ്പാർഡ്സ് ആർ ക്രൂവൽ. ഓക്കെ, സി വെച്ച് കൊടുത്തു. സം ക്രൂവൽ ആർ ബിയേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെപ്പാർഡുമായിട്ട് കണക്ട് ചെയ്യരുത്. സം ക്രൂവൽ ആർ ബിയേഴ്സ് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇനി കൺക്ലൂഷൻ നോക്കാം. സം ബിയേഴ്സ് ഈസ് ക്രൂവൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈസു ആറോ എന്ന് വരുന്നത് നിങ്ങൾ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട. ഈസു വന്നാലും ആറ് വന്നാലും ഒന്നും കുഴപ്പമില്ല, അത് രണ്ടും ഒരേ രീതിയിൽ തന്നെ എടുത്താൽ മതി. ഓക്കെ, സം ബിയേഴ്സ് ഈസ് ക്രൂവൽ. നോക്കി, നമ്മൾ ക്രൂവൽ ബിയർ സം ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് സം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു സം എ ആർ ബി ആണെങ്കിൽ സം ബി ആർ എ എന്താണ്, കൺക്ലൂഷൻ ആണ്. അപ്പം ഇവിടെ ഓൾറെഡി സം ക്രൂവൽ ആർ ബിയർ, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി തന്നെ വേണമെങ്കിലും പറയാം. സം ക്രൂവൽ ആർ ബിയർ ആണെങ്കിൽ സം ബിയർ ഈസ് ക്രൂവൽ എന്നുള്ള എന്താണ്, ശരിയാണ്. നോക്കിയേ, സം ലെപ്പാർഡ്സ് ആർ ബിയേഴ്സ്. അപ്പോൾ ലെപ്പാർഡും ബിയർ നോക്കി, ഞാൻ പറഞ്ഞു ലെപ്പാർഡും ബിയറും തമ്മിൽ എന്ത് വരില്ല, കണക്ഷൻ വരില്ല. അതെന്താണ്, തെറ്റാണ്. ഓക്കെ, ലെപ്പാർഡും ബിയറും തമ്മിൽ കണക്ഷൻ വരില്ല, അത് തെറ്റാണ്. അപ്പോൾ എന്താണ്, ഓൺലി വൺ ഫോളോ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരും. ഓപ്ഷൻ സി, ഓൺലി കൺക്ലൂഷൻ വൺ ഫോളോസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരും. കാര്യം ക്ലിയർ ആയി. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓൾ ബോയ്സ് ആർ സിംഗേഴ്സ്. ഓക്കെ, ഓൾ ബോയ്സ് ആർ സിംഗേഴ്സ് എന്നാണ്. എല്ലാ ബോയ്സും സിംഗേഴ്സ് ആണ്. ഇത് ഓൾ സമ്മോടെ കോമ്പിനേഷൻ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ എടുക്കുക. ഇത് നോക്കിയേ, സം സിംഗേഴ്സ് ആർ ട്രെയിൻഡ്. സം സിംഗേഴ്സ് ആർ ട്രെയിൻഡ് എന്ന് പറയുമ്പം സിംഗേഴ്സും ട്രെയിൻഡ് തമ്മിലാണല്ലോ സമ്മ്.
അപ്പോൾ എന്ത് ചെയ്യരുത്, അത് ബോയുമായിട്ട് ടച്ച് ചെയ്യരുത്. മനസ്സിലായോ? ബോയുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല. അപ്പോൾ സം സിംഗേഴ്സ് ആർ ട്രെയിൻഡ് എന്ന് പറയുമ്പോൾ സിംഗറും ട്രെയിൻഡും തമ്മിൽ, അതായത് സിംഗറും ട്രെയിൻഡും തമ്മിൽ സം റിലേഷൻ ഇങ്ങനെ വരയ്ക്കുക. അത് എന്ത് ചെയ്യരുത്, ബോയുമായിട്ട് മുട്ടിച്ച് വെക്കരുത്. ഓക്കെ, ഇനി എന്താണ് കൺക്ലൂഷൻ നോക്കി, ഓൾ സിംഗേഴ്സ് ആർ ബോയ്സ്, ഓൾ ബോയ്സ് ആർ സിംഗേഴ്സ്. പക്ഷെ തിരിച്ച് ഓൾ സിംഗേഴ്സ് ആർ ബോയ്സ് എന്ന് പറയാൻ പറ്റുമോ? അവിടെ തിരിച്ചുള്ളൊരു കാര്യം പോസിബിൾ അല്ല, അപ്പോൾ അത് തെറ്റാണ്. സം ബോയ്സ് ആർ ട്രെയിൻഡ്, ബോയ്സും ട്രെയിൻഡും തമ്മിൽ യാതൊരു ബന്ധവും വരില്ല. അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ബന്ധം വരില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുക്കണം. ഓക്കെ, അതുകൊണ്ട് അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ആൻസർ വരേണ്ടത്. അപ്പോൾ നെയ്തർ 1 nor 2, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. രണ്ടും തെറ്റാണെന്നാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സം ബഗ്സ് ആർ ബേഡ്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ബി മാത്രമാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ ബഗ്സിനും ബേഡ്സിനും ബി തന്നെയാണ്. അപ്പോൾ അത് മാറിപ്പോകും. നമ്മൾ അടുത്ത ഫ്രൂട്ട്സ് മാർക്ക് ചെയ്യുമ്പോൾ അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ കേസിൽ ഒന്നെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ലെറ്ററോട് എഴുതാം, അല്ലെ ഫുള്ളായിട്ട് അങ്ങ് എഴുതാം. അപ്പോൾ ഞാൻ ഇവിടെ ഫുള്ളായിട്ട് തന്നെ അങ്ങ് എഴുതാം. അപ്പോൾ സം ബഗ്സ് ആർ ബേഡ്സ് എന്നല്ലേ, ബഗ്സ് എന്താണ്, ബേഡ്സ് ആണ്. ഓക്കെ, ഓൾ ബേഡ്സ് ആർ ഫ്രൂട്ട്സ്. ഇപ്പോൾ ഇവിടെ എല്ലാ ബേഡും ഫ്രൂട്ടാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പോൾ ആ ഫ്രൂട്ട് വരയ്ക്കുമ്പോൾ എനിക്ക് ബഗ്സുമായിട്ട് ടച്ച് ചെയ്യാതെ വരയ്ക്കാൻ പറ്റുമോ? അത് പറ്റില്ല, അവിടെ അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്ത് വരച്ചേ പറ്റും. മനസ്സിലായി? അതിൻ്റെ കാരണം എന്താണെന്ന് ക്ലിയർ ആയോ? കാരണം ഇവർ തമ്മിലൊരു കോമൺ റീജിയൻ ഉണ്ട്. ഉണ്ടോ? ഇവർ കോമൺ റീജിയൻ ഉണ്ട്. അപ്പോൾ എല്ലാ ബേഡും എന്താണ്, ഫ്രൂട്ടാണെന്ന് പറയുമ്പോൾ എനിക്കത് ടച്ച് ചെയ്ത് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതോട് ഇൻക്ലൂഡ് ചെയ്ത് വന്നേ പറ്റും. മനസ്സിലായോ? ഈ ഒരു പോർഷൻ ഇൻക്ലൂഡ് ചെയ്ത് വന്നേ പറ്റും. അതായത് അത് എന്ത് ചെയ്യേണ്ടി വരും, ബഗ്സുമായിട്ട് ടച്ച് ചെയ്തേ വരയ്ക്കാൻ പറ്റും. അവിടെ വേറൊരു സാധ്യതയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് അങ്ങനെ തന്നെ വരയ്ക്കണം. അവിടെ പറഞ്ഞില്ല ബഗ്സും ഫ്രൂട്ടും തമ്മിൽ യാതൊരു ബന്ധവും ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കരുതി അത് വരയ്ക്കത്തില്ല. അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ വരയ്ക്കുമ്പോൾ നോക്കുക, ഫിഗർ നോക്കുക. ഓക്കെ, ബേഡെല്ലാം ഫ്രൂട്ടാണല്ലോ. അപ്പോൾ ബേഡെന്ന് പറയുന്ന ആ ഒരു ബഗ്ഗുമായിട്ട് ടച്ച് ചെയ്യുന്ന റീജിയൻ കണ്ടോ, അതും എന്തായിട്ട് വരും, ഈ ഫ്രൂട്ടിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക. ആ രീതിയിലാണ് വരയ്ക്കേണ്ടത്. അതായത് ബഗ്സും ഫ്രൂട്ടും തമ്മിൽ എന്ത് കണക്ഷൻ വരും, ഒരു സം കണക്ഷൻ വരും. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ എടുക്കുക. അപ്പോൾ നോക്കി കൺക്ലൂഷൻ നോക്കാം. ഓൾ ദ ഫ്രൂട്ട്സ് ആർ ബേഡ്, ഫ്രൂട്ടും ബേഡും തമ്മിൽ ഓൾ ദ ഫ്രൂട്ട് ആർ ബേഡ് എന്ന് പറയാൻ പറ്റില്ല. ഓൾ ബേഡ്സ് ആർ ഫ്രൂട്ട് ഓക്കെ, പക്ഷെ തിരിച്ച് പറയാൻ പറ്റില്ല. എന്ന് നോക്കിയാൽ സം ഓഫ് ദ ബഗ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു പറഞ്ഞ രീതിയിൽ വരച്ചാൽ ബഗ്സും ഫ്രൂട്ട്സും തമ്മിൽ കണക്ഷൻ വരും. അവർ തമ്മിൽ നിങ്ങൾ അത് മാത്രമായിട്ടൊന്ന് മാറ്റി വരച്ചാൽ എങ്ങനെ വരും, ബഗ്സ് ആൻഡ് ഫ്രൂട്ട് സം കണക്ഷൻ അല്ലേ, അത് ശരിയാണ്. അപ്പോൾ എന്ത് ആൻസർ ആണ്, എന്താണ് ആൻസർ? ഓപ്ഷൻ ഓൺലി കൺക്ലൂഷൻ ടു ഫോളോ, ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്, ആ രീതിയിൽ എടുക്കുക. അപ്പോൾ അവിടെ ഓള് സമ്മും കോമ്പിനേഷൻ വന്നു, ആ രീതിയിൽ ആൻസർ എടുക്കുക. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സം റാറ്റ്സ് ആർ ടൈഗേഴ്സ്. അപ്പം കുറച്ച് റാറ്റ് എന്താണ്, ടൈഗേഴ്സ് ആണ്. ഓൾ ക്യാറ്റ്സ് ആർ ടൈഗേഴ്സ്. അപ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ ക്യാറ്റ് എന്തിനകത്ത് നിൽക്കണം, ക്യാറ്റ് എന്തിനകത്ത് നിൽക്കണം, ടൈഗറിനകത്ത് നിൽക്കണം. മനസ്സിലായോ? ഓൾ ക്യാറ്റ് ആർ ടൈഗേഴ്സ് എന്നല്ലേ. നമ്മൾ ഓൾറെഡി ടൈഗർ വരച്ചു, അതുകൊണ്ട് വേറെ ആയിട്ട് ഇനി വരച്ചു വെക്കരുത്. ടൈഗർ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൈഗറിനകത്ത് നിൽക്കണം ക്യാറ്റ്. അപ്പോൾ ക്യാറ്റിനെ എങ്ങനെ മാർക്ക് ചെയ്യും, ക്യാറ്റിനെ മാർക്ക് ചെയ്യുമ്പം അപ്പോൾ അവിടെ എന്ത് ചെയ്യരുത്, അവിടെ റാറ്റുമായിട്ട് ടച്ച് ചെയ്യരുത്. കാരണം അവിടെ റാറ്റുമായിട്ട് ടച്ച് ചെയ്യാതെ വരയ്ക്കുന്നതിന് പ്രശ്നമില്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ഫിഗർ നോക്കിയാണ് എടുക്കേണ്ടത്. അപ്പോൾ റാറ്റും ടൈഗറും തമ്മിൽ സം. പക്ഷേ ഇവിടെ ക്യാറ്റ് എനിക്ക് റാറ്റിനെ ടച്ച് ചെയ്ത് വരയ്ക്കേണ്ട യാതൊരു എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കാരണം അതിങ്ങനെ മാറ്റി സുഖമായിട്ട് എന്ത് ചെയ്യാം, ക്യാറ്റിനെ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ടച്ച് ചെയ്യാതെ തന്നെ വരയ്ക്കണം. ആ കേസ് ടച്ച് ചെയ്യാതെ തന്നെ വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി എന്താണ് കൺക്ലൂഷൻ നോക്കിയേ. സം ടൈഗേഴ്സ് ആർ ക്യാറ്റ്. ടൈഗറും ക്യാറ്റും തമ്മിൽ എന്താണ്, ഓൾ ക്യാറ്റ് ആർ ടൈഗർ എന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ അവിടെ സം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അപ്പോൾ അത് ശരിയാണ്. വീണ്ടും സം ടൈഗേഴ്സ് ആർ റാറ്റ്. ഓക്കെ, സം റാറ്റ് ടൈഗർ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ തിരിച്ചും പറയാമല്ലോ, സം ടൈഗേഴ്സ് ആർ റാറ്റ് എന്നും പറയാം. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, രണ്ടും ഫോളോ ചെയ്യും. ബോത്ത് 1 and 2 ആർ അപ്രോപ്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായോ? അപ്പോൾ അത് ആ രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ വരയ്ക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് മുട്ടാതെ വരയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് മുട്ടാതെ തന്നെയാണ്, അതോടെ ടച്ച് ചെയ്യാതെ തന്നെയാണ് വരയ്ക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ടച്ച് ചെയ്തേ വരയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു കേസാണെങ്കിൽ അവിടെ ടച്ച് ചെയ്ത് തന്നെ വരയ്ക്കുക. ഇപ്പോൾ കാര്യം ക്ലിയർ. ആ രീതിയിലാണ് നമ്മൾ പടം എടുക്കേണ്ടത്. ഓക്കെ, ഓൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ മെറ്റൽസ്. അപ്പോൾ എങ്ങനെ വരയ്ക്കാം, ഓൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ മെറ്റൽസ്. എല്ലാ ഇൻസ്ട്രുമെൻറ്റും മെറ്റലാണ്. സം സോളിഡ് ആർ മെറ്റൽ. ഇപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കി, ഇവിടെ എനിക്ക് ഇൻസ്ട്രുമെൻറ്റിനെ ടച്ച് ചെയ്യാൻ സോളിഡ് വരച്ചൂടെ, മെറ്റലുമായിട്ട് സം നിന്നാൽ പോരെ. അപ്പോൾ അത് ടച്ച് ചെയ്ത് വരയ്ക്കുക, അത് അങ്ങനെ തന്നെ വരയ്ക്കുക. സം സോളിഡ് ആർ മെറ്റൽ, സോളിഡ്. ഓക്കെ, നോക്കി ഓൾ മെറ്റൽസ് ആർ ഇൻസ്ട്രുമെൻറ്റ്, പറ്റത്തില്ല, തിരിച്ചേ പറ്റത്തുള്ളൂ. സം മെറ്റൽസ് ആർ സോളിഡ്, കറക്റ്റാണ്. ഓക്കെ, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി തന്നെ വേണമെങ്കിൽ പറയാം. ഓൾ ഇൻസ്ട്രുമെൻ്റ് ആർ മെറ്റൽ എന്ന് പറഞ്ഞത് വരെ തിരിച്ച് പറയാൻ പറ്റില്ല. അത് വേണമെങ്കിൽ വരയ്ക്കാതെ തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ എപ്പോഴും നാണ്ട് വരയ്ക്കാതെ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് സോളിഡ് നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആലോചിക്കേണ്ടി വരും. അപ്പോൾ അത് എപ്പോഴും വരച്ച് ചെയ്യുന്നതന്നെയാണ് നല്ലത്.
ഇപ്പോൾ ഇവിടെ സം സോളിഡ് ആർ മെറ്റൽ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഉറപ്പായിട്ട് നമുക്ക് കൺക്ലൂഷൻ എന്ത് പറയാം, സം മെറ്റൽ ആർ സോളിഡ് പറയാം. അപ്പോൾ ഇത് ശരിയാണ്. ഇപ്പോൾ എന്താണ് ഓപ്ഷൻ ഡി, ഓൺലി കൺക്ലൂഷൻ ടു ഫോളോ ആണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ, നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി തന്നെ പറയാൻ പറ്റുന്ന കൺക്ലൂഷനാണ്. അത് നോക്കി തന്നെ പറ്റുമോ ഇല്ലയോ എന്ന് തന്നെ എടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വരച്ച് തന്നെ ആദ്യം ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോ വരുന്ന ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകണം. നോ വരുന്ന ടൈപ്പ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നോ മെറ്റൽ ഈസ് റെഡ്. ഓക്കെ, മെറ്റൽ ഒന്നുമേ, ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ ചെയ്യാൻ ഇങ്ങനെ കൊടുക്കാം. മെറ്റൽ ഒന്നുമേ റെഡ് അല്ല. ഓക്കെ, സം റെഡ് ഈസ് ഡേഞ്ചർ. സം റെഡാണ്, റെഡുമായിട്ടാണ്, അപ്പോൾ റെഡുമായിട്ടാണ് കണക്ഷൻ. സം റെഡ് ഈസ് ഡേഞ്ചർ, ഇങ്ങനെ വരുമല്ലോ. ഇതാണ് നമ്മുടെ വെൻ ഡയഗ്രം വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്, ഈ നോ എന്ന് പറയുന്ന ആരൊക്കെ തമ്മിലാണ്, മെറ്റൽ റെഡ് തമ്മിലാണ്. നിങ്ങൾക്ക് സംശയം വരുന്നുണ്ടെങ്കിൽ ഈ നോ വന്ന ആൾക്കാരെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നോ വന്ന ആൾക്കാരെ എന്തൊക്കെയാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് എപ്പോഴും മനസ്സിൽ കാണും. മെറ്റലും ഡേഞ്ചറും തമ്മിലല്ല നോ, മെറ്റലും റെഡും തമ്മിലാണ് നോ. ഓക്കെ, ഇപ്പോൾ നോക്കി, സം ഡേഞ്ചർ ആർ മെറ്റൽ. സം ഡേഞ്ചറും മെറ്റലും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സമ്മ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഡേഞ്ചറും മെറ്റലും തമ്മിൽ എന്തെങ്കിലും ബന്ധം പറയാൻ പറ്റുമോ? ഡേഞ്ചറും മെറ്റലും തമ്മിൽ ബന്ധം പറയാൻ പറ്റും. അതെന്താണെന്ന് അറിയാമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നേരത്തെ ഒരെണ്ണം പറഞ്ഞായിരുന്നു. ഉണ്ട്, ഡേഞ്ചറിൻ്റെ ആണ് ചെറിയൊരു ഭാഗമല്ലേ ഇത്. ഇത് മൊത്തത്തിൽ എന്തല്ലെന്നാണ് മെറ്റൽ. അപ്പോൾ ഈ ഒരു ഭാഗം എന്തായിരിക്കത്തില്ല, മെറ്റലായിരിക്കത്തില്ല. അതായത് ഡേഞ്ചറും മെറ്റലും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ചോദിച്ചാൽ എങ്ങനെ പറയാം? സം ഡേഞ്ചർ ആർ, കുറച്ച് ഡേഞ്ചർ ഉണ്ട്, ഇത് കുറച്ച് ഡേഞ്ചർ എന്തല്ല, മെറ്റലല്ല, ഇങ്ങനെ പറയാം. മനസ്സിലായോ? ഇങ്ങനൊരു കൺക്ലൂഷൻ പറയാം, അല്ലാതെ വേറെ ഒന്നുമേ അവിടെ പറയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ഇത് പറ്റത്തില്ല. സം റെഡ് ആർ മെറ്റൽ, റെഡ് മെറ്റലും തമ്മിൽ നോ അല്ലേ, അപ്പോൾ അവിടെ എല്ലാം നോ ചേർത്തുള്ള രീതിയിലേ വരും. അപ്പോൾ സമ്മ് വരില്ല, അപ്പോൾ ഇങ്ങനെയും വരില്ല. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? നെയ്തർ വൺ നോർ ടു. ഓക്കെ, നെയ്തർ വൺ നോർ ടു ഫോളോ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം കൃത്യമായിട്ട് വായിച്ച് വെൻ ഡയഗ്രം വരച്ച് എടുത്താൽ മതി. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് സിലോജിസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓൾ കേബിൾസ് ആർ ചെയർസ്. അപ്പോൾ ഇവിടെ 2 C ആണ്, അപ്പോൾ അത് ഫുള്ളായിട്ട് എഴുതുക. ഓൾ കേബിൾസ്, അല്ല CA-B വരെ എഴുതിയാലും മതി. ഇപ്പോൾ നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാവുമല്ലോ. ഓൾ കേബിൾസ് ആർ ചെയർസ്, CH. ഓക്കെ, ഓൾ എല്ലാ കേബിളും ചെയറാണ്, ഇങ്ങനെയാണല്ലോ വരുന്നത്. നോ ചെയർ ആർ പെൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ചെയർ മൊത്തത്തിലാണ്. ഓക്കെ, ചെയർ മൊത്തത്തിലാണ് പെൻ അല്ലാത്തത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഷെയ്ഡ് ചെയ്താൽ എങ്ങനെ വരും? ചെയർ മൊത്തത്തിലല്ലേ, അപ്പോൾ ഇങ്ങനെ എടുക്കാമല്ലോ. ചെയർ മൊത്തത്തിൽ എന്തല്ല, പെന്നല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കൺക്ലൂഷൻ നോക്കിയോ, നോ കേബിൾ ആർ പെൻ. അപ്പോൾ ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. ചെയർ മൊത്തത്തിൽ പെന്നല്ല, ചെയറിനകത്താണ് കേബിൾ. അങ്ങനെയാണ് കേബിളും പെന്നും തമ്മിൽ നോ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, അത് കറക്റ്റാണ്. ഇപ്പോൾ കേബിൾ ഒന്നുമേ പെന്നായിരിക്കത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിനകത്താണ് കേബിൾ കിടക്കുന്നത്. അതുകൊണ്ട് ചെയർ ഒന്നുമേ പെന്നല്ലെങ്കിൽ ഉറപ്പായിട്ടും കേബിളും പെന്നായിരിക്കത്തില്ല. അത് ക്ലിയർ അല്ലേ? ഇപ്പോൾ നിങ്ങളൊരു വേറെ എക്സാമ്പിൾ വെച്ച് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മൾ പറയാണ്, ഇന്ത്യയിലുള്ള, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ആർക്കും ഫ്രഞ്ച് അറിയില്ല എന്ന് പറയാം. ഇന്ത്യയിലുള്ള ആർക്കും ഫ്രഞ്ച് അറിയില്ല. ഇന്ത്യക്കകത്താണല്ലോ കേരളം കിടക്കുന്നത്. അങ്ങനെയാണ് ഉറപ്പായിട്ടും കേരളത്തിലുള്ളവർക്ക് ഫ്രഞ്ച് അറിയില്ല എന്ന് പറയാമല്ലോ. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇതിനകത്ത് കിടക്കുന്ന ആൾക്കാർ, ഈ മൊത്തത്തിൽ ഇത് നോ ആണെങ്കിൽ ഇതിനകത്ത് കിടക്കുന്നവർ എന്താണ് നോ വരും. മനസ്സിലായോ? അപ്പോൾ അത് കറക്റ്റാണ്. ഇന്ന് നോക്കി, ഓൾ ചെയേഴ്സ് ആർ കേബിൾസ്. അത് പറയാൻ പറ്റുമോ? ഓൾ കേബിൾ ആർ ചെയർ ഓക്കെ ആണ്, തിരിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? ഓൺലി വൺ ഫോളോ. ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ, ഓൺലി വൺ ഫോളോ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ഇത് നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതറിയാതെ ഒന്നുകൂടെ റിപ്പീറ്റായിട്ട് വന്നതാണ്, സോറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓൾ ഫ്ലവേഴ്സ് ആർ പെറ്റൽസ്. ഇപ്പോൾ നോക്കാം എങ്ങനെ വരയ്ക്കാം. ഓൾ ഫ്ലവേഴ്സ് ആർ പെറ്റൽസ്. ഇപ്പോൾ ഇങ്ങനെ വരുമല്ലോ, ഓൾ ഫ്ലവേഴ്സ് ആർ പെറ്റൽസ്. നോ പെറ്റൽ ഈസ് റോസ്. ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നോ പെറ്റൽ ഈസ്, പെറ്റലും റോസും തമ്മിലാണ്. അപ്പോൾ നോക്കിയത് മൊത്തത്തിൽ വരുമല്ലോ, പെറ്റലും റോസും തമ്മിലാണ് നോ. ഉണ്ടോ? ഇങ്ങനെ വരും. ഓൾ പെറ്റൽസ് ആർ ഫ്ലവേഴ്സ്. ശ്രദ്ധിച്ച് നോക്കുക, ഓൾ ഫ്ലവേഴ്സ് ആർ പെറ്റൽ. ഓക്കെ, തിരിച്ച് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നോ ഓൾ പെറ്റൽ ഫ്ലവർ പറ്റില്ല. നോ റോസ് ഈസ് ഫ്ലവർ. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതിനകത്ത് കിടക്കുന്നത് തമ്മിൽ നോ വരും. അപ്പോൾ അത് നോ എന്നുള്ളത് നമുക്ക് തിരിച്ചും മറിച്ചും പറയാം, അതിന് പ്രശ്നമില്ല. അപ്പോൾ നോ റോസ് ഈസ് ഫ്ലവർ എന്ന് പറയാം, നോ ഫ്ലവർ ഈസ് റോസ് എന്നും പറയാം. അതിനോടൊപ്പം ഞാൻ പറഞ്ഞില്ല, നോ വരുന്ന 2 കൺക്ലൂഷനോട് പറയാം. ഏതൊക്കെയാണ്? സം ഫ്ലവർ ആർ നോട്ട് റോസ് എന്നും പറയാം, സം റോസ് ആർ നോട്ട് ഫ്ലവർ എന്നും പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഫ്ലവർ റോസും തമ്മിൽ പറയാം. അപ്പോൾ ഇതും എന്താണ്? ശരിയാണ്. ഇവിടെ ആൻസർ എന്ത് വരും? ഓൺലി 2 ഫോളോ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓൺലി കൺക്ലൂഷൻ 2 ഫോളോ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ കാര്യം മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ സിലോജിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സിലോജിസത്തിൽ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് വരാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ഓൾ ARB എന്ന് വരാം. അതേപോലെ ഓൾ ARB എന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് കൺക്ലൂഷൻസ് പറയാൻ പറ്റുന്നത്?
സം എ ആർ ബി എന്നും പറയാം, സം ബി ആർ എ എന്നും പറയാം. അവിടെ തിരിച്ച് ഓൾ ബി ആർ എ എന്ന് പറയാൻ പറ്റത്തില്ല, കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റില്ല. അടുത്ത എന്താണ്? സം എ ആർ ബി എന്നാണ് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്. സം എ ആർ ബി എന്ന് പറഞ്ഞാൽ എന്ത് കൺക്ലൂഷൻ പറയാം? സം ബി ആർ എ, അത് മാത്രമേ പറയാൻ പറ്റൂ. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു നോ എ ആർ ബി. നോ എ ആർ ബി എന്ന് പറഞ്ഞാൽ എന്തേ പറയാൻ പറ്റൂ? തിരിച്ച് നോ ബി ആർ എ എന്ന് പറയാൻ പറ്റൂ. വേറെ എന്തൊക്കെ പറയാം? നോ ബി ആർ എ എന്ന് പറയാം. അതോടൊപ്പം തന്നെ സം എ ആർ നോട്ട് ബി എന്നും പറയാം, സം ബി ആർ നോട്ട് എ എന്നും പറയാം. ഓക്കെ, ഇനി സം എ ആർ നോട്ട് ബി എന്നാണ് അവിടെ എന്തില്ല, അവിടെ വേറെ കൺക്ലൂഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയാണ് സിലോജിസത്തിൽ നിങ്ങൾ അറിയേണ്ട കാര്യം. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്തൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.